ഓം ശ്രീ സായിരാം. രസകരമായ ഒരു സായിലീല കേൾക്കൂ. ഷിർദിയിൽ ആഴ്ചച്ചന്ത ഞായറാഴ്ചയാണ്. അന്ന് നിരത്തുകളിൽ താൽക്കാലിക കൂടാരങ്ങൾ ഉയരും. അയൽ ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ സാധനം വിൽക്കാനും വാങ്ങാനും എത്തും. ഞായറാഴ്ച നല്ല തിരക്കുള്ള ദിവസം തന്നെ. മസ്ജിദിലും അന്ന് വലിയ തിരക്കുണ്ടാകും. ചില സമയം ശ്വാസം മുട്ടിപ്പോകും വിധം ജനങ്ങൾ ഒഴുകുന്നത് കാണും. അങ്ങനെയൊരു ഞായറാഴ്ച ദിവസം വൈകുന്നേരം ഹേമത് പാന്ത് സായി തൃപ്പാദങ്ങളിൽ ഭക്തിപൂർവം നാമജപത്തോടെ തടവിക്കൊണ്ടിരിക്കുന്നു. ശ്യാമയും വാമൻ റാവു, കാക്കാ സാഹേബ്, പിന്നെ മറ്റു പലരും തൃപ്പാദത്തിനരികിൽ ഇരിപ്പുണ്ട്. പെട്ടെന്നാണ് ശ്യാമയുടെ ദൃഷ്ടിയിൽ അത് പെട്ടത്. അദ്ദേഹം കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, അന്നാ സാഹേബ്, എന്താണ് താങ്കളുടെ കോട്ടിൻ്റെ ഈ കയ്യിൽ കാണുന്നത്? കടലയോ? ഈ ചോദ്യം രസകരമായ രംഗത്തിന് കളമൊരുക്കി. ഹേമത് പാന്ത് കോട്ടിൻ്റെ കയ്യിൽ നോക്കി. അതിൻ്റെ മടക്കുകളിൽ വറുത്ത കടലമണികൾ. അദ്ദേഹം കൈമുട്ട് നിവർത്തി. കുറേ കടലമണികൾ ഉരുണ്ട് താഴെ വീണു. ഹേമത് പാന്ത് വല്ലാതായി. ഇത്രയും കടലമണികൾ എങ്ങനെ ഇത്ര നേരം അവിടെ ഇരുന്നു? ബാബയുടെ തൃപ്പാദം തടവിക്കൊണ്ടിരുന്നപ്പോഴൊന്നും ഈ കടലമണികൾ താഴെ വീഴാത്തതെന്തേ? ചുറ്റിനുമുണ്ടായിരുന്ന ഭക്തന്മാർ കടലമണികളെക്കുറിച്ച് തങ്ങളുടെ മനോഭാവത്തിന് അനുസൃതമായി ഓരോന്ന് പറഞ്ഞ് രസിക്കാൻ തുടങ്ങി. രംഗം അങ്ങനെ കൊഴുത്തു തുടങ്ങിയപ്പോൾ സായീശ്വരൻ മന്ദഹാസപൂർവം പറഞ്ഞു, കടല വന്ന വഴി എനിക്കറിയാം. ഇവനൊരു ദുസ്വഭാവമുണ്ട്, തന്നെത്താനെ തിന്നുക. ഇന്ന് ചന്തയുള്ള ദിവസമല്ലേ? വറുത്ത കടല വാങ്ങി ആർക്കും കൊടുക്കാതെ തനിയെ ശാപ്പിട്ടതിൻ്റെ ബാക്കിയാണത്. അതുകൊണ്ട് കടലമണികൾ കണ്ടതിൽ എന്താണ് അത്ഭുതപ്പെടാനുള്ളത്? ബാബയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഹേമത് പാന്ത് തെല്ല് വിഷമത്തോടെ പറഞ്ഞു, ബാബ, ഇന്നേ വരെ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അടുത്തുള്ളവർക്ക് കൊടുക്കാതെ ഞാൻ തനിയൊന്നും ഭക്ഷിച്ചിട്ടില്ല. മാത്രമല്ല ഷിർദിയിലെ ചന്ത ഞാൻ ഇതേവരെ കണ്ടിട്ടുപോലുമില്ല. പിന്നെ എങ്ങനെയാണ് ബാബ പറഞ്ഞതുപോലെ ഞാൻ കടല വാങ്ങിക്കഴിക്കുക? തനിയെ കഴിക്കുന്നവർ കാണും, പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കാതെ ഞാനൊന്നും തനിയെ കഴിച്ചിട്ടില്ല. മനപ്രയാസത്തോടെ ഹേമത് പാന്ത് പറഞ്ഞു. ഹേമത് പാന്തിൻ്റെ മറുപടി കേട്ടപ്പോൾ സർവ്വവ്യാപിയായ സായീശ്വരൻ അരുളി, ശരി തന്നെ, സമീപം ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അവർക്ക് കൊടുക്കും. പക്ഷേ ആരുമില്ലെങ്കിലോ? തനിയെ കഴിക്കും, ശരിയല്ലേ? എന്നാൽ നിന്റെ കൂടെ സദാ ഞാനില്ലേ? ആഹാരം കഴിക്കും മുമ്പ് ഒരു നിമിഷം നീ എന്നെ സ്മരിക്കാറുണ്ടോ? എനിക്ക് വല്ലതും തരാറുണ്ടോ? അപ്പോൾ പിന്നെ ഞാൻ എന്തു പറയണം? ഹേമത് പാന്തിൻ്റെ മനസ്സിൽ ഈ ചോദ്യം ശക്തമായി പതിഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു നിമിഷം ആലോചിക്കൂ. എത്ര ഭംഗിയായി സ്നേഹപൂർവം അവിടുന്ന് ഭക്തനെ മഹത്തായൊരു പാഠം പഠിപ്പിച്ചു. എല്ലാം ശ്രീ ഗുരുവിന് സമർപ്പിച്ചിട്ടേ സ്വീകരിക്കാവൂ. വിഷയങ്ങളുടെ പുറകെ പായുന്നവൻ ഒരിക്കലും ആത്മീയാനന്ദം ലഭിക്കില്ല. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുടെ പുറകെ പോകുന്നത് സ്വാഭാവികം. പിന്നെ എന്താണ് ഇതിനൊരു പരിഹാരം? പരിഹാരമുണ്ട്. വിഷയസുഖങ്ങൾ ആസ്വദിക്കുന്നതിന് മുമ്പ് അവയെ ആദ്യം സായീശ്വരന് സമർപ്പിക്കുക. അപ്പോൾ അതിനോടുള്ള തീവ്രത കുറയും. സായീശ്വരൻ അരുളുന്നു, ഒരാഗ്രഹം മനസ്സിൽ കത്തിപ്പടരുമ്പോൾ, ഉയരുമ്പോൾ അതെന്നെക്കുറിച്ചാക്കുക. ഇപ്രകാരം ആഗ്രഹം, കോപം, ദുരാഗ്രഹം, അഹങ്കാരം, വാശി ഇവയെല്ലാം എന്നിലേക്ക് തിരിച്ചു വിട്ടുകൊള്ളൂ. അതെല്ലാം ഞാൻ ഒന്നൊന്നായി ഇല്ലാതാക്കിക്കൊള്ളാം. എൻ്റെ പാദങ്ങളിൽ ആ വികാരങ്ങൾ കെട്ടടങ്ങിക്കൊള്ളും. ഇക്കാര്യം ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. അപ്പോൾ വികാരങ്ങൾ ദുർബലമാകുന്നത് കാണാം. ക്രമേണ അവ പൂർണ്ണമായും നശിച്ചു പോകും. മനസ്സ് പവിത്രമാകും. സായീശ്വരൻ സദാ അരികിലുണ്ടെന്നുള്ള സത്യം മറക്കരുത്. എപ്പോഴും അത് ഓർമ്മിക്കുക, അതിലുറച്ച് വിശ്വസിക്കുക. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും നിർവാസനകൾ അകലും. സായി തൃപ്പാദത്തിൽ ഭക്തി വർദ്ധിക്കും, ജ്ഞാനമുദിക്കും, ശരീരബോധം അകന്നുപോകും. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കാനുള്ള തൃഷ്ണയെ ഫലപ്രദമായി തടയാൻ ശക്തനാകും. ക്രമേണ തന്നിൽ തന്നെയാണ് ഈശ്വരൻ കുടികൊള്ളുന്നത് എന്നറിവും അനുഭവവും സായി കൃപയാൽ ലഭിക്കും. ശരീരം പെട്ടെന്ന് നശിച്ചു പോകുന്ന തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ശരീരം ഈശ്വരനെ കണ്ടെത്താനുള്ള, ജീവിത ലക്ഷ്യം നേടാനുള്ള ഏക ഉപകരണമാണെന്നും മറക്കരുത്. ചുരുക്കി പറഞ്ഞാൽ സായിക്ക് സമർപ്പിച്ചേ നാം എന്തും അനുഭവിക്കാവൂ. അപ്പോൾ അവിടുന്ന് സദാ ഹൃദയകമലത്തിൽ പൂർണ്ണമായി തിളങ്ങി നിൽക്കും. ജയ് സായിരാം.